സുപ്രീം കോടതി ഇടയ്ക്ക് പറഞ്ഞത് 136 അടിയിൽ ഇപ്പോൾ നിൽക്കുന്നു, പിന്നെ ബേബി ഡാം കൂടി ബലപ്പെടുത്തി 142, പിന്നെ 152 അടിയായി ഉയർത്തുക. അതെ, സെൻട്രൽ വാട്ടർ കമ്മീഷൻ 79 പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ലല്ലോ. അതിനുശേഷം അതിൻ്റെ അകത്ത് വന്ന മാറ്റങ്ങളെ നമുക്ക് നിഷ്പക്ഷമതികൾ അതിനെ വിലയിരുത്തുമ്പോൾ കാണുന്നത് എന്തോ തകിടം മറിച്ചുകൾ നടന്നിരിക്കുന്നു. 79 സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇങ്ങനെ പറഞ്ഞു. 2006 സുപ്രീം കോടതി പറയുന്നത് വേണമെങ്കിൽ 152 അടിയിലേക്ക്. അതിനെ നമ്മള് എതിർത്തിരിക്കുന്നു. ഡാം സേഫ്റ്റി അതോറിറ്റി ഉണ്ടായിരിക്കുന്നു. സുപ്രീം കോടതിയിൽ ആ കേസ് നടക്കുകയാണ്. തീർച്ചയായിട്ടും കേരളം ഈ 136 അടിയിൽ നിന്ന് ഇവിടെ ഇപ്പോൾ ഉയർത്തുന്ന പ്രശ്നമില്ല. ഇപ്പൊ ഉയർത്തുന്നില്ല മാത്രമല്ല 120 അടിയിലേക്ക് താഴ്ത്തണം. അത് തയ്യാറാകുന്നില്ലെങ്കിൽ എനിക്കൊരു അഭിപ്രായമുണ്ട്. ഞാൻ ആദ്യം പറയുകയാണ്, 120 അടിയിൽ മുല്ലപ്പെരിയാറിന്റെ മോഡിൽ കേരളത്തിന്റെ സ്ഥലവാ ചാനൽ വെട്ടി വെള്ളം താഴേക്ക് ഒഴുക്കണം. ജനങ്ങൾ ചെയ്യണോ? അത് ജനങ്ങളുടെ സേഫ്റ്റിയുടെ പ്രശ്നമാണ്. അതായത് 120 അടിയായാൽ മറ്റ് ഡാം തകർന്ന് നമുക്ക് ഒഴിവാക്കാം. അത് ജനങ്ങൾ ഇറങ്ങി ചാനൽ വെട്ടി വെള്ളം താഴേക്ക് ഒഴുക്കണം. 120 അടിയിലേക്ക് ഒഴുക്കണം. ഒരു മന്ത്രി നിയമലംഘനത്തിന് ആഹ്വാനം ഇല്ല. ഇതെല്ലാം പറയുന്നതിന്റെ പേരിൽ ഞാൻ ഏത് റിസ്കും എടുക്കാൻ തയ്യാറാണ്. ഇതിനുവേണ്ടി ഞാൻ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. മന്ത്രിസ്ഥാനം തടസ്സമാകും. മന്ത്രിസ്ഥാനം തടസ്സമാകുമെങ്കിൽ തടസ്സമായിക്കൊള്ളട്ടെ. തടസ്സമാകേണ്ട കാര്യമില്ല. കാരണം കേരളത്തിലെ 30 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത് ഇതിന് തടസ്സമാകില്ല. അത് സ്ട്രെങ്തൻ ചെയ്യുകയുള്ളൂ. പുതിയ ഡാമിന്റെ പൂർത്തീകരണം എത്ര കാലമെടുക്കും? എന്റെ അഭിപ്രായത്തിൽ അതിനൊക്കെ മാർഗങ്ങളുണ്ട്. 1 കൊല്ലം കൊണ്ട് തീർക്കണമെന്ന് എൻ്റെ അഭിപ്രായം. അത് സാധ്യമല്ലെന്ന് പറ്റേക്കാം. ഞാൻ ഈ റാന്നി പാലം തകർന്നപ്പോൾ ഈ പാലം പണിയാൻ 3 കൊല്ലം എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ മദ്രാസ് IIT പോയി. അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് അത്രയും സമയം എടുക്കാൻ പറ്റില്ല, കഴിയുന്നത്ര വേഗത്തിൽ ഉണ്ടാക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഗ്ലോബൽ ടെൻഡർ വിളിക്കുക. ടെൻഡർ വിളിച്ചപ്പം 1 കൊല്ലം കൊണ്ട് പാലം തീർക്കാൻ തയ്യാർ. 1 കൊല്ലം കൊണ്ട് തീർന്നു. ആലുവായിലെ പാലം 1 കൊല്ലം കൊണ്ട് തീർന്നു. ഈ ടെൻഡർ വിളിക്കുന്നതിന് മെത്തേഡുണ്ട്. 1 കൊല്ലം കൊണ്ട് ഈ ഡാം തീർക്കാൻ സന്നദ്ധയുള്ളവരിൽ നിന്ന് മാത്രം ടെൻഡർ വിളിക്കുക, ഗ്ലോബൽ ടെൻഡർ. അതിനുള്ള ടെക്നോളജി ലോകത്തിലുണ്ട്. അവർ വന്ന് ഡാം തീർത്തോളം പൈസ കൊടുത്താൽ മതി. അഴിമതി എവിടെ? ആരഴിമതി നടത്തുന്ന? എൻ്റെ പേരിൽ ഇതൊരു അഴിമതി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ പേരിലല്ല, ഈ ഗവൺമെൻറ് പേരിലും പറയാൻ പറ്റില്ല. ഇവിടെ അഴിമതിയുടെ പ്രശ്നമൊന്നുമില്ല. അത് എല്ലാം സുതാര്യമായിട്ടേ ചെയ്യുള്ളൂ. എവറിത്തിങ് വിൽ ബി ട്രാൻസ്പെറൻറ്റ്. 1 കൊല്ലം കൊണ്ട് ഡാം തീർക്കാനുള്ള ചുമതല ഞാൻ ഏറ്റെടുക്കുന്നു. 1 കൊല്ലം കൊണ്ട് ഡാം തീർക്കും. ദശാബ്ദങ്ങൾ നീണ്ട ഈ തർക്കം താങ്കളുടെ കാലത്ത് തന്നെ പരിഹരിക്കാൻ കഴിയും. തീർച്ചയായിട്ടും പരിഹരിച്ചിരിക്കും. എനിക്ക് ദൈവവിശ്വാസിയായി. ദൈവം അല്ലാണ്ട് 30 ലക്ഷം ആളുകൾ മരിക്കോട്ടെ എന്ന് ദൈവം വയ്ക്കുമോ? അതുകൊണ്ട് പരിഹാരം ഉണ്ടാവും. വളരെ നന്ദി ശ്രീ PJ ജോസഫ്.